ഡിയേഴ്സ്, എൻ്റെ എല്ലാ മക്കൾക്കും ഏകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓണം പരീക്ഷ ഇങ്ങെത്തി അല്ലെ. നിങ്ങളുടെ എല്ലാവരുടെയും സംശയമാണ് മലയാളത്തിൽ എത്ര പാഠങ്ങളാണ് മിസ്സേ നമുക്ക് ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതല്ലേ നിങ്ങളുടെ സംശയം? തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, അതായിരിക്കും നിങ്ങൾ ഓടി വന്നിട്ടുണ്ടാവുക. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ മക്കളെ, നമുക്ക് എത്ര പാഠങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. കേരള പാഠാവലിയും നമുക്കുണ്ട്, അടിസ്ഥാന പാഠാവലിയും ഉണ്ട്. അപ്പം കേരള പാഠാവലിയിൽ നിന്ന് നമുക്ക് എത്ര പാഠങ്ങളാണ് ഈ ഒരു ഓണ പരീക്ഷയ്ക്കുള്ളത്? അതായത് നിങ്ങളുടെ 2 യൂണിറ്റുകളും നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അതിനർത്ഥം എന്താണ്? 6 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? ആദ്യത്തെ യൂണിറ്റിന്റെ പേര് കേരള പാഠാവലിയിൽ ഉള്ളിലുയിർക്കും മഴവില്ല് എന്നാണ്. അതിൽ സുഹൃതഹാരങ്ങൾ നിങ്ങൾ പഠിക്കണം, അമ്മ പഠിക്കണം, പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ, അതും നിങ്ങൾ എന്താണ് പഠിച്ചേ മതിയാകൂ അല്ലെ. ആദ്യ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ യൂണിറ്റും പഠിക്കണ്ടേ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ യൂണിറ്റും പഠിക്കണം. അതിൽ ഏതൊക്കെ പാഠങ്ങളുണ്ട്? ആന ഡോക്ടർ ഉണ്ട്, പുളിമാവ് വേട്ടയുണ്ട്, പ്രകൃതി പാഠങ്ങൾ. അങ്ങനെ പ്രകൃതിയെ അറിയുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, മറ്റ് ജീവജാലങ്ങളെ സഹോദരങ്ങളെ പോലെ കാണുന്ന അല്ലെ, ഒരുപാട് മാനുഷിക നന്മയ്ക്ക് അല്ലെങ്കിൽ മാനുഷിക എന്താ പറയാ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന പാഠങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 2 യൂണിറ്റുകളിൽ നിന്നും മുഴുവൻ പാഠങ്ങളും എന്താണ്? ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അപ്പോൾ 2 യൂണിറ്റിന്റെ, അതായത് കേരള പാഠാവലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. അതിൽ നമ്മൾ എന്താണ്, അമ്മ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് 25-ാം തീയതി വൈകിട്ട് കൃത്യം 7 മണിക്ക് മിസ് ലൈവുമായിട്ട് എത്തും. പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ ലൈവിൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എല്ലാവരും ലൈവിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിൽ ഉണ്ടാകണം എന്ന് പറയാം. നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു വേണം. നിങ്ങൾ എല്ലാവരെയും കൂട്ടി വരാൻ മറക്കണ്ട എന്നാണ്. 25-ാം തീയതി വൈകിട്ട് കൃത്യം 7 മണിക്ക്. ഇനി നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ എത്ര യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാഠങ്ങൾ പഠിക്കണം എന്നൊന്ന് നോക്കിയാലോ. അടിസ്ഥാന പാഠാവലിയിലും ഇതുപോലെ തന്നെ ആദ്യ യൂണിറ്റ് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും എന്താണ് പഠിക്കണം. രണ്ടാം യൂണിറ്റിന്റെ ആദ്യ പാഠവും പഠിക്കണം. അങ്ങനെ 4 പാഠങ്ങളാണ് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ നിന്നും വരുന്ന പാഠങ്ങൾ. ഓക്കെ, നടക്കും തോറും തെളിയും വഴികൾ എന്നായിരുന്നു നമ്മുടെ യൂണിറ്റിന്റെ പേര്. അതിൽ എത്ര പാഠങ്ങൾ ഉണ്ടായിരുന്നു? 3 പാഠങ്ങൾ ഉണ്ടായിരുന്നു. ശാന്തിനികേതനം, സ്മാരകം, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന 3 പാഠങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്താണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള വംശം കൂടി എന്താണ് നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയുടെ ഓണപരീക്ഷയ്ക്കായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് എത്ര പാഠങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക ധാരണ ലഭിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മിസ് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇനി ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ച് മിസ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.